ഇന്ത്യക്ക് തലവേദനയായി ബംഗ്ലാദേശ്. നമ്മുടെ സിലിഗുരി കോറിഡോറിന് അടുത്തുള്ള ബംഗ്ലാദേശിലെ ഒരു പ്രദേശമുണ്ട്. അവിടെ ഒരു വിമാനത്താവളമുണ്ട്. ലാൽ മോണിഹാട്ട് എന്നാണ് ആ വിമാനത്താവളത്തിന്റെ പേര്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്ന ഒരു വിമാനത്താവളമാണ് അത്. ഒരു എയർ ബേസ് ആക്കാനായി ചൈനയ്ക്ക് ബംഗ്ലാദേശ് അത് കൊടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചതാണ്. ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ചൈന അവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻ നെക്കിനടുത്താണ് ഈ വിമാനത്താവളം വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത്. ഇപ്പോഴിതാ അതിനൊരു ചെക്ക് നമ്മുടെ രാജ്യം പറഞ്ഞിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ചൈനയും ബംഗ്ലാദേശിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. 7 പതിറ്റാണ്ടായി അടച്ചുപൂട്ടിക്കിടന്നിരുന്ന വിമാനത്താവളം ചൈനീസ് സഹായത്തോടെ വീണ്ടെടുക്കാനുള്ള ബംഗ്ലാദേശിന്റെ ശ്രമത്തിനേറ്റ വമ്പൻ തിരിച്ചടിയായാണ് ഇപ്പോൾ ഈ ഇന്ത്യയുടെ ഈ നീക്കത്തെ കാണുന്നത് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ അതിർത്തി സംസ്ഥാനമായിട്ടുള്ള ത്രിപുരയിൽ ഏറെക്കാലമായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന കൈലാഷ് ഷഹർ വിമാനത്താവളം എന്ന് പറയുന്ന വിമാനത്താവളമുണ്ട്. ഈ വിമാനത്താവളത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത് എന്ന റിപ്പോർട്ടാണ് ചൈനയെയും ബംഗ്ലാദേശിനെയും ഏറെ ആശങ്കപ്പെടുത്തുന്നത്. നമുക്കറിയാം, കറാച്ചി തുറമുഖത്തിന്റെ തൊട്ടപ്പുറത്ത് ചൈന ഗ്വാദ്വാർ തുറമുഖം എടുത്തപ്പോൾ അതിന്റെ തൊട്ടു പിറകിലായി ചൈന അവിടെ നിന്നും ഒരു കപ്പൽ ഇറക്കി കഴിഞ്ഞാൽ ചൈനയെ അടിക്കാനായി നമ്മൾ ഇറാനിൽ ചബഹർ തുറമുഖം എടുത്തു എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഹമ്പൻ തോട്ട തുറമുഖം ശ്രീലങ്കയിൽ എടുത്തപ്പോൾ തൊട്ടപ്പുറത്തുള്ള ലക്ഷദ്വീപും ഇപ്പുറത്തുള്ള ആൻഡമാൻ നിക്കോബാറിലും ഇന്ത്യ വമ്പൻ തുറമുഖ കേന്ദ്രങ്ങൾ ഒരുക്കി, നേവൽ ബേസുകൾ ഒരുക്കി എന്ന് നമുക്കറിയാം. പോരാത്തതിന് നമ്മുടെ വിഴിഞ്ഞവും നമ്മൾ വികസിപ്പിച്ചെടുത്ത് ഒരു ത്രികോണ പോരാട്ടത്തിനുള്ള ഒരു പദ്ധതി അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ ലാൽ മോണിഹാട്ട് എന്ന് പറയുന്ന ഈ വിമാനത്താവളം അവിടെ ചൈന എടുക്കുന്നു എന്ന് കേട്ടപ്പോൾ, ബംഗ്ലാദേശിന്റെ ഈ പ്രദേശത്ത്, നമ്മുടെ സിലിഗുരിയുടെ അടുത്തുള്ള ഈ പ്രദേശത്ത് ചൈന എടുക്കുന്നു എന്ന് കേട്ടപ്പോൾ കൈലാഷ് ഷഹർ എന്ന് പറയുന്ന ത്രിപുരയിലെ വിമാനത്താവളം പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് ഇന്ത്യ സജീവമാക്കിയിരിക്കുന്നത്. 30 വർഷമായി പൂട്ടിക്കിടക്കുന്ന വിമാനത്താവളത്തെ ധൃതി പിടിച്ച് വീണ്ടും പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ഇത് ഈ ലാൽ മോണിഹാട്ട് വിമാനത്താവളത്തിൽ ചൈന വന്നിറങ്ങുന്നു എന്നത് കണ്ടു തന്നെയാണ്. ലാൽ മോണിഹാട്ടിനുള്ള മറുപടിയാണ് ഇന്ത്യയുടെ കൈലാഷ് ഷഹർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കൈലാഷ് ഷഹർ വിമാനത്താവളം ത്രിപുരയിലെ ഉനക്കോട്ടി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിലിഗുരി ഇടനാഴിയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ അകലെ വടക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമാണിത്. ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപം രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ഈ എയർഫീൽഡ് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ വ്യോമസേന അവരുടെ ദൗത്യങ്ങൾ ഏകോപിപ്പിക്കാനും നിരീക്ഷണത്തിനുമായി കൈലാഷ് ഷഹറിനെ പ്രയോജനപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇത് അടച്ചുപൂട്ടുകയായിരുന്നു എന്നുള്ളതാണ് കൈലാഷ് ഷഹറിനെ കുറിച്ച് പറയാനുള്ളത്. യുദ്ധകാലത്ത് വ്യോമസേനയുടെ ലോഞ്ച് പാഡായും നിരീക്ഷണ കേന്ദ്രമായും കൈലാഷ് ഷഹർ പ്രവർത്തിച്ചു. 1971 ബംഗ്ലാദേശ് വിമോചന കാലത്ത് ബംഗ്ലാദേശി കിലോ ഫ്ലൈറ്റിന്റെ ഉദ്ഘാടന വിക്ഷേപങ്ങളും ഇവിടെ നിന്ന് നടത്തിയിരുന്നു. മുക്തി ബാഹിനി വ്യോമസേനയുടെ രഹസ്യ നാമമായിരുന്നു കിലോ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ വ്യോമസേനയായിരുന്നു യൂണിറ്റിലേക്കുള്ള വിമാനങ്ങൾ വിതരണം ചെയ്തത്. യുദ്ധകാലത്ത് കിഴക്കൻ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയ ആദ്യ യൂണിറ്റ് ആയിരുന്നു കിലോ ഫ്ലൈറ്റ് എന്നുള്ളതും. കൈലാഷ് ഷഹർ വിമാനത്താവളത്തിന്റെ പ്രതിരോധ ശക്തി ചൈനയ്ക്കും ബംഗ്ലാദേശിനും വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.